ഈ വാർത്ത ഒന്ന് കേട്ടോക്കിട്ടാ. കുളത്തിൽ മുങ്ങിത്താഴ്ന്ന 3 കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റി നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഒരു +2 വിദ്യാർത്ഥി. മലപ്പുറം മങ്കട പുത്തൻവീട് സ്വദേശി മുഹമ്മദ് ഷാമിലാണ് ആ മിടുക്കൻ. വീടിന് സമീപത്തെ കുളത്തിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികളെയാണ് ഷാമിൽ രക്ഷിച്ചത്. മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന 3 പേരുടെ ജീവനാണ് രക്ഷപ്പെടുത്തിയത്. തൻ്റെ ജീവൻ പോലും നോക്കാതെ എടുത്തു ചാടിയിട്ട് 3 പേരെ രക്ഷപ്പെടുത്തിയെന്ന് പറയുമ്പോൾ മാത്രമല്ല ആ 3 കുട്ടികൾക്കും CPR നൽകിയെന്നാണ്. ഷാമിൽ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി എത്ര അനുമോദിച്ചാലും മതിയാവുകയില്ല. അവൻ ആ കാണിച്ച ധൈര്യവും അവൻ കൊടുത്ത ആ CPRും. ഷാമിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി CPR എങ്ങനെയാണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്കൂളിൽ നിന്ന് CPR ഉൾപ്പെടെ നൽകുന്നതിനെ കുറിച്ച് ലഭിച്ച ക്ലാസ്സാണ് ഷാമിലിന് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ പ്രചോദനമായത്. ഞാൻ ബയോളജി അധ്യാപകൻ കൂടിയാണ്. ക്ലാസ് പോകുന്ന സമയത്ത് ഫസ്റ്റ് എയ്ഡ് പ്രാഥമിക ശുശ്രൂഷ എന്നുള്ള ഒരു ചാപ്റ്റർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. CPR പരിശീലന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് കുറച്ചുകൂടി താല്പര്യമുള്ള ഒരു വിഷയമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ കൊടുത്തു. അത് കുട്ടികളത് അവസരം വന്ന സമയത്ത് അത് പ്രാവർത്തികമാക്കിയെന്നതിൽ എനിക്ക്. അപ്പം ഷാമിൽ ഈ CPR പഠിച്ചത് സ്കൂളിൽ നിന്നും അധ്യാപകൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് CPR എന്നുള്ളത്. ഇത് നമ്മളും നമ്മുടെ മക്കളും വീട്ടിലുള്ളവരും എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക. ഞാനിവിടെ 2 ഇൻ്റർഫേസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്ന് മാതൃഭൂമി ന്യൂസിൻ്റെ CPR എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു വീഡിയോയാണ്. അതിൻ്റെ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. മറ്റൊന്ന് ഡോക്ടർ ഡാനിഷ് സലീം എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഹൃദയം നിലച്ചു പോകുമ്പോഴാണ് ഒരാൾക്ക് CPR കൊടുക്കേണ്ടത്. ഒരാൾക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അയാളിൽ ഉണ്ടാവുന്നത് ഹൃദയമരണമാണ്. ആ ഹൃദയമരണത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് CPR. ഇത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഷാമിൽ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയെയും അത് പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകനെയും നമ്മൾ പ്രശംസിച്ചേ മതിയാകൂ. എന്തായാലും നമ്മളൊക്കെ ഇത് പഠിച്ചിരിക്കുക.